എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം. ഞണ്ട് കഴിച്ച് ഒരു യുവാവ് മരണപ്പെട്ടതായിട്ട് നമ്മളൊരു വാർത്ത കണ്ടു അല്ലെ. ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തോന്നും ഇതെന്താ ഞണ്ട് കഴിച്ചിട്ട് മരിക്കുമോ അങ്ങനെയൊക്കെ. തീർച്ചയായിട്ടും, കാരണം ഞാൻ എപ്പോഴും അലർജി കണ്ടീഷനുള്ളവരോട് പറയാറുള്ളതാണ്, നിങ്ങൾ ഒഴിവാക്കേണ്ട ചില സീ ഫുഡ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ കടൽ മത്സ്യങ്ങളിൽ ഒരു ചില വക നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതായത് കൊഞ്ച്, കണവ, ഞണ്ട്, പിന്നെ ഷെൽ ഫിഷസിനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. കാരണം ഈ ഞണ്ടിനകത്ത് ഒരു പ്രോട്ടീൻ ഉണ്ട്. നമ്മുടെ ശരീരം എപ്പോഴെങ്കിലും നമ്മളിത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ശരീരം ഈ പ്രോട്ടീനെ ഒരു അപകടകാരിയായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ശരീരം പെട്ടെന്ന് തന്നെ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. അത് കാരണം നമ്മുടെ ബോഡിയിൽ അലർജി ഭയങ്കരമായിട്ട് ട്രിഗർ ആവുകയും ചെയ്യും. ഹിസ്റ്റമിൻ കൂടുമ്പോഴാണല്ലോ അലർജി സിംറ്റംസ് നമുക്ക് കാണുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ദേഹം ചൊറിച്ചില്, അല്ലെങ്കിൽ മുഖം ചൊറിച്ചില്, അല്ലെങ്കിൽ വായിൽ വീങ്ങുക, അല്ലെങ്കിൽ ചുണ്ട് വീങ്ങുക, മുഖത്ത് വീക്കം വരിക, അതേപോലെ വയറ് സംബന്ധമാണെങ്കിൽ ഛർദ്ദില് വരിക, വയറിളക്കം ഉണ്ടാവുക, അതേപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ തലചുറ്റൽ വരിക. ഇനി ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിവിയർ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് മരണത്തിലേക്ക് പോകുന്ന ചില ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, ഇന്റേണൽ ഓർഗൻ ഡാമേജും ഉണ്ടാക്കുന്ന ഒരുപാട് അലർജികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ യുവാവിന് സംഭവിച്ചതും ഇത് തന്നെയാണ്. കാരണം മുൻപും ഇദ്ദേഹത്തിന് ക്രാബ് അലർജി ആണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാണ്ട് തന്നെ ഇദ്ദേഹം ഇത് കഴിക്കുകയും സഡൻലി അദ്ദേഹത്തിന്റെ ശരീരം റിയാക്ട് ചെയ്യുകയും ചെയ്തു. ആ റിയാക്ഷൻ പോയി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തപ്പെടുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജി നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ കഴിവതും നിങ്ങൾ ഭക്ഷണത്തിൽ ബീഫ്, അതേപോലെ തന്നെ ഈ തരത്തിലുള്ള സീ ഫുഡ് ഞാൻ പറഞ്ഞില്ല, കൊഞ്ച്, കണവ, ഞണ്ട്, ചിപ്പി, ഇതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഹെൽത്തി എന്ന് വിചാരിക്കുന്ന കപ്പലണ്ടിയിലും ഇതേപോലെ അലർജി ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. എല്ലാവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക.